എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് വ്യക്തമായി അറിയുന്നൊരു കാര്യമാണ്. സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ അറിയിച്ചിരിക്കുന്നു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളുമായി കളക്ടറുടെ സാന്നിധ്യത്തിൽ മന്ത്രി ചർച്ച നടത്തി. ഇവരുകളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഇന്നലെ മാരത്തോൺ ചർച്ചയൊക്കെയായിരുന്നു, പക്ഷേ വീണ്ടും അവിടെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തോ ഒരു നിഷയുടെ ശബ്ദത്തിന് ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ശ്യാം, നിഷ പറഞ്ഞോളൂ. ശ്യാം, ഈ മലയിടം തുരുത്തിൽ കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാരണം 2023 മുതൽ ഇവിടെ അഭിഭാഷക കമ്മീഷൻ കുടിയൊഴിപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് 15ാമത്തെ തവണ അഭിഭാഷക കമ്മീഷൻ ഇവിടെ കുടിയൊഴിപ്പിക്കലായി എത്തിയ കാഴ്ചകളാണ്. അന്ന് വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഇവിടുത്തെ ആളുകൾക്ക് പരിക്കുകളൊക്കെ സംഭവിച്ചിരുന്നു. എന്തായാലും അന്ന് അഭിഭാഷക കമ്മീഷൻ പറഞ്ഞത് ഈ കുടിയൊഴിപ്പിക്കലിൻ്റെ പ്രാരംഭഘട്ടം ആരംഭിച്ചതായാണ്. എന്തായാലും പ്രാരംഭഘട്ടം ആരംഭിച്ചു. ആ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അഭിഭാഷക കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മലയിടം തുരുത്തിൽ നിന്നും ഇവിടെയുള്ളവരെ കുടിയൊഴിപ്പിച്ച് തിങ്കളാഴ്ച ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപ്രകാരം ഇന്നിപ്പോൾ അഭിഭാഷക കമ്മീഷൻ ഒരുപക്ഷെ ഇവിടെ എത്തിയേക്കാം. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ സംഘർഷമുണ്ടായി, തുടർ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് ഇന്നലെ സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഈ മലയിടം തുരുത്തിലെ 8 കുടുംബങ്ങൾ പങ്കെടുത്ത ചർച്ച ഇന്നലെ രാത്രി കളക്ടറേറ്റിൽ നടക്കുകയുണ്ടായി. ആ ചർച്ചയിൽ വലിയ വിശ്വാസമുണ്ട് എന്നാണ് മലയിടം തുരുത്തിലെ ആളുകൾ പറയുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഇന്നലെ മന്ത്രി നടത്തിയ ചർച്ചയിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തതാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസമുണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യം അവർ കേട്ടിട്ടുണ്ടല്ലോ. 19 ഏക്കർ അളക്കാമെന്നു, പിന്നെ നമ്മുടെ കേസിൽ സർക്കാർ കക്ഷി ചേർന്നോന്നായിരുന്നു. അത് രണ്ടും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച അവർ ഹൈക്കോടതിയിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച എന്ന് പറയുമ്പം ഇനിയും ഒരു ദിവസം കൂടി കടന്നു പോകണം. പക്ഷേ ഇന്ന് ഈ ഇത്തരത്തിലൊരു കുടിയൊഴിപ്പിക്കലിനായ അഭിഭാഷക കമ്മീഷൻ ഒരുപക്ഷെ എത്തിയേക്കാം. ആ കാര്യത്തിൽ ഇന്നലെ മന്ത്രി ഉറപ്പ് പറഞ്ഞില്ല. പോലീസ് നടപടി ഉണ്ടാവില്ല, പോലീസ് ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു, അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അഭിഭാഷകം വരില്ല എന്ന് പറഞ്ഞില്ല, പോലീസ് നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അഭിഭാഷക കമ്മീഷൻ ഇങ്ങോട്ടേക്ക് എത്തിയാൽ ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? നമ്മൾ ഇറങ്ങൂല എന്നാണല്ലോ ഇവിടെ. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങളൊരു പുനരധിവാസമൊക്കെ സംബന്ധിച്ച് മന്ത്രി പറയുകയുണ്ടായി. നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ള മറ്റൊരു സ്ഥലം കാണിച്ചു തന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറാൻ തയ്യാറാണോ? നമ്മളിവിടെ 100 വർഷമായിട്ട് താമസിക്കുന്നവരെ, ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടി വന്നിട്ട് 10-12 വർഷമായിട്ടുള്ളൂ. അപ്പം അതിലും മുന്നേ താമസിക്കുന്നവർ 100 വർഷം എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെ വിട്ടു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തായാലും ഇറങ്ങില്ല, ഇവിടെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനം. ശ്യാം, അങ്ങനെ തന്നെയാണ്. കാരണം എന്ത് വന്നാലും പൂർവികർ തന്നെ ഇവിടെ താമസിച്ചിരുന്നതാണ് ഇവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നമുണ്ടായെങ്കിലും ഇവരിവിടെ നിന്ന് ഇറങ്ങില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ്. എന്തായാലും ഒരു പക്ഷേ അഭിഭാഷക കമ്മീഷൻ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിയേക്കാം. ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുണ്ടാവും. ഇവിടുത്തെ ആളുകൾ 8 കുടുംബങ്ങളാണ്. 8 കുടുംബങ്ങളിലായി 100 കണക്കിന് ആളുകളുണ്ട്. ഇവർ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളും അക്രമങ്ങളും ആത്മഹത്യാ ശ്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇനി അഭിഭാഷക കമ്മീഷൻ ഇങ്ങോട്ടേക്ക് എത്തിയാൽ ഇവിടെ സംഭവിക്കുക. ശ്യാം, അത് തന്നെയാണ് ശ്യാം. എന്തായാലും ഈ മലയിടം തുരുത്തുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കൽ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വാർത്ത പറഞ്ഞിരുന്നു. അതായത് 66 കോടി രൂപയാണ് കേരളയുമായി ബന്ധപ്പെട്ട് വെറുതെ പാഴായത്. അതെ, അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കുടിയൊഴിപ്പിക്കൽ ദുരിതം അനുഭവിക്കുന്ന അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, ഈ മലയിടം തുരുത്തിൽ പ്രതിഷേധിച്ചവർ ആരാണ്? ഏറ്റവും അധികം CPM-കാരാണ്. കഴിഞ്ഞ 10 വർഷം ഇവരെവിടെ പോയി എന്നൊരു ചോദ്യം നാട്ടുകാർ തന്നെ ചോദിക്കുന്നുണ്ട്, ഉൾപ്പെടെ. അതെ, നമുക്ക് വളരെ പെട്ടെന്ന് ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് റോജി എം ജോണും പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ എങ്ങനെ ഇനി ആ ഒരു നീക്കമൊക്കെ നടത്തുമെന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വേണം. കുടിയൊഴിപ്പിക്കലിനെതിരെ എന്തായാലും സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. അവിടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ വലിയ ആശങ്കാജനകമായി അല്ലെങ്കിൽ ആശങ്കാകുലരാണ്. എന്തായാലും എന്താകും ഇനി ഇതിൽ സംഭവിക്കുക എന്ന കാര്യം കൂടിയുണ്ട്.